പിന്നെ ഈ വീടൊരു വീടായത്. പിന്നെ അവള് പള്ളിയിലും വീട്ടിലും സ്കൂളിലും എല്ലാം നല്ല ആക്റ്റീവായിരുന്നു. അധ്യാപകർക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട മോളായിരുന്നു. അമ്മ അത് കാര്യം കേട്ടോ, സത്യം പറയണേ, ശരിക്കും പണ്ടത്തെ കാര്യം ഓർമ്മ. അവളെ ആദ്യ അക്ഷരം എഴുതിപ്പിച്ചത് തൊട്ട് ഞാനാണ്. പിന്നെ എപ്പോഴും നിഴല് പോലെ കൂടെ ഉണ്ട്, എല്ലാത്തിനും അമ്മാമ്മ അമ്മാമ്മ ഇതേ ഉള്ളവൊക്കെ പറയാനായിട്ട്. ഒത്തിരി നല്ല കൊച്ചാണ്. നിങ്ങളുടെ വീടിൻ്റെ മുത്താണ്, സ്വത്താണ് അവൾക്ക് വേണ്ടിയിട്ട് ദൈവം കൂട്ടിച്ചേർത്ത ചെമ്മാശനാണെങ്കിലും അതുപോലെ തന്നെ രണ്ടുപേരും നല്ല രീതിയിൽ മാതൃകയുള്ളൊരു കുടുംബജീവിതം അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ആഷ്ലി മോളെ പറ്റി പറയാനാണെങ്കിൽ അവള് നല്ലൊരു കുഞ്ഞായിരുന്നു. ചെറുപ്പത്തൊട്ടേ അവള് നല്ല മിടുക്കിയായിരുന്നു, പഠിക്കാൻ മിടുക്കിയായിരുന്നു, ആരോടും ഇടപഴകാൻ അവൾക്ക് നല്ല ആയിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ വലിയ ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞായിട്ടാണ് ഞങ്ങൾ അവളെ കാണുന്നത്. ഇന്ന് വരെയും ഒരു പ്രായം ചെന്നവരെയൊക്കെ കണ്ടാലും അല്ലാത്തവരെ കണ്ടാലും അവൾക്ക് എല്ലാവരോടും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ ഒരു കുത്തെന്ന് തന്നെ പറയാൻ ഞങ്ങൾക്ക് അതുപോലെയുള്ളൊരു കുഞ്ഞായിരുന്നു. അവളെപ്പറ്റി ഞങ്ങൾക്ക് എതിരഭിപ്രായം പറയാനില്ല. ഭയങ്കര പ്രാർത്ഥനയും ഉപവാസം നോയമ്പും. അപ്പോൾ അവൾക്ക് പറ്റിയ ഒരു ഷമ്മാസിനെ തന്നെയാണ് അവർ തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് വെച്ചത്. മെസ്സേജ് ആദ്യം പരിചയപ്പെട്ടത് ആദ്യം ഒരു വീഡിയോ കോളായിരുന്നു. അങ്ങനെ ഒരു 1-2 മണിക്കൂറുള്ള ഒരു വീഡിയോ കോൾ സംസാരിച്ച് ആളിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരെ കുറേ നാളായിട്ട് കാണുന്നെന്നൊക്കെ പറഞ്ഞു. ഞാൻ എങ്ങനെ ഇൻട്രൊഡക്ഷൻ സ്റ്റോറി എന്ന് ചോദിച്ചിട്ട് അവർക്ക് അതറിയത്തില്ല എങ്ങനെയാണ് തുടങ്ങി എവിടെ തീർന്നതെന്ന്. പക്ഷെ അവസാനം ഇവിടെ എത്തിച്ചേർന്നു. സോ എല്ലാം നല്ല രീതിയിൽ എൻഗേജ്മെന്റ് എല്ലാം ഭംഗിയായിട്ട് നടന്നു. ആക്ച്വലി ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവർക്കും എന്നോട് ഭയങ്കര ജലസ് ഉള്ള കാര്യമായിരുന്നു. ആഷ്ലി ഇസ് വെരി ഗുഡ് ഗ്രാൻഡ് മദർ എന്നുള്ളത്. ഇപ്പം പൊതുവെ പറയുന്നതിനെ ഭയങ്കര വഷളാക്കിയ ആളും അമ്മച്ചിയാതാ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിച്ച് പോകുന്നതിൽ ഏറ്റവും സങ്കടമുള്ളതും അമ്മച്ചിക്കാണ്. ഷീസ് മൈ എവറിത്തിങ് ആൻഡ് എവറിത്തിങ്. എനിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ സീബ്ര ക്രോസ് ചെയ്യുമ്പോഴും ഇവളുടെ കൈ പിടിച്ച് നടക്കുന്നത് ഓർമ്മയുണ്ട്. ആ സ്കൂളിൽ പോകുമ്പോഴത്തേക്കിനുള്ള ആ മൊമെന്റും ഞങ്ങൾ ഒരുമിച്ചായിട്ടുള്ള മൊമെന്റും. ഞങ്ങൾ എപ്പോഴും വീട്ടിലായിരുന്ന സമയത്ത് ഒരുമിച്ച് ഒരു കട്ടിലയിലൊക്കെയാണ് കിടക്കുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ കുഞ്ഞാണ് ഇവിടെ ഇത്രയും വലുതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെനിക്ക് ചേച്ചിയൊന്നും അല്ല. ഐ ഹാവ് എ വെരി സ്പെഷ്യൽ നെയിം ടു കോൾ ഹെർ, ദാറ്റ്സ് സിറ്റ. അപ്പം എൻ്റെ കോളേജിലൊക്കെ പഠിക്കുമ്പോഴുള്ള എല്ലാവരുടെയും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, സ്കൂളിലൊക്കെ എല്ലാവരുടെയും ക്യൂരിയോസിറ്റിയാണ് ഹു ഇസ് ദി സിറ്റ. ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ചാൽ 1000 times സിറ്റയുണ്ട്. അപ്പോൾ ആരാണ് ഇറ്റ എന്നുള്ളത് എല്ലാവരുടെയും ക്യൂരിയോസിറ്റിയാണ്. ആൻഡ് ഷീ ഈസ് ദ റീസൺ ബിഹൈൻഡ് ഐ സ്റ്റാൻഡ് ഹിയർ ലൈക്ക് ദിസ് ടുഡേ. അത് എൻ്റെ ഏത് കാര്യത്തിലായാലും ഷീ ഈസ് ദ ഫസ്റ്റ് ഒപ്പീനിയൻ. ആൻഡ് ഒരു 2 years മുമ്പ് ഒരാളൂടെ വന്നു. ആൻഡ് ദാറ്റ്സ് എ വെരി പെർഫെക്റ്റ് പേഴ്സൺ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ വേറൊരാളും കൂടെ ആഡ് ചെയ്യാണ്. ആൻഡ് ഇപ്പോൾ ഞങ്ങളുടെ ബേബി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പം ആക്ച്വലി ഐ ക്യാൻ ബിലീവ് ദാറ്റ് ഷീ ഈസ് എ മദർ നൗ ആൻഡ് ഐ എം ഗോയിങ് ടു എ ബ്രൈഡ് ഓർ ഐ എം എ ബ്രൈഡ് നൗ എന്നുള്ളത്. അപ്പം ഭയങ്കര സന്തോഷമാണ്. ആൻഡ് ഓൾ ഈസ് ഗോഡ്സ് ഗ്രേസ്. അപ്പോൾ ഈ മൊമെൻറ്റിൽ എനിക്ക് പറയാനുള്ളത് we are so thankful to God for all the blessings actually. As St. John said,
എന്താ വി ലവ് ബിക്കോസ് ഹി ലവ്സ്, അത്രയാണ് പറയാനുള്ളത്. ആൻഡ് വി ആർ സോ ഹാപ്പി ഫോർ അവർ ബേബി.